ഇത്തവണ ഞാൻ ജയിച്ചാലും തോറ്റാലും നിന്നെ പോകുവാനായിട്ട് ഞാൻ അനുവദിക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെയാണ് കാങ്ങിന്റെ അടുത്ത് ജൂണും പറയുന്നത്. ഈ ഒരു സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുന്നു. ജൂണും നമ്പർ 3 ഫൈറ്ററുടെ അടുത്തൊക്കെ ഫൈറ്റ് ചെയ്യുവാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നെങ്കിലും ജൂണിനായിട്ട് നല്ല തല്ലൊക്കെ കിട്ടിയിട്ട് കിടക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് നീ എന്തിനാണ് ഇങ്ങനെ റാങ്ക് ഒക്കെ കൂടുവാനായിട്ട് ഫൈറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഗാമിൻ ജൂണിന്റെ അടുത്തൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ റാങ്കിൽ ഒന്നാമതെത്തുവാനായിട്ട് ഒന്നും തന്നെ അല്ല ഫൈറ്റ് ചെയ്യുന്നത്, മറിച്ച് ഇവരെ പോലുള്ള വലിയ ഫൈറ്റേഴ്സിന്റെ അടുത്തൊക്കെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനും സ്ട്രോങ്ങർ ആയി മാറുന്നതായിരിക്കും. അങ്ങനെയൊക്കെ സ്ട്രോങ്ങർ ആയി മാറുകയാണെങ്കിൽ എനിക്ക് എന്റെ പഴയൊരു ഫ്രണ്ടിനെയൊക്കെ അതുവഴി കാണുവാനായിട്ടും സാധിക്കുമെന്നാണ് ജൂൺ പറയുന്നത്. ജൂൺ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പണ്ട് അവനെ ഹെൽപ്പ് ചെയ്ത് പിന്നീട് യോൻബേക്ക് ഗാങ്ങിലൊക്കെ ചേർന്നതിന് ശേഷം അവനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്ന ആന്റി എന്ന ഫ്രണ്ടിനെ കുറിച്ചൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഗാമിനും അവനെ കൂട്ടിക്കൊണ്ടൊക്കെ പോയതിനു ശേഷം അങ്കിളിന്റെ രഹസ്യമായിട്ടുള്ള ടെക്നിക് എന്ന് പറഞ്ഞ് കുറേയധികം ടെക്നിക്സ് ഒക്കെ എഴുതിയിരിക്കുന്നത് അവനെയും കാണിച്ചു കൊടുക്കുന്നു. ഇതില് 10 ടെക്നിക്സ് ഒക്കെയാണ് ഉള്ളത്. നിനക്ക് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടെക്നിക്കൊക്കെ പഠിപ്പിച്ചു തരാമെന്നൊക്കെ ഗാമൻ പറയുമ്പോഴത്തേക്കും എന്നാൽ ഈ പേര് കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് ജൂണും അതിലൊരെണ്ണമൊക്കെ അവനും കാണിച്ചു കൊടുക്കുന്നു. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് ഡ്രാഗൺ കിക്ക് എന്നായിരുന്നു. സോ അത് ഗാമൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്പോൾ ജൂണും ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ ചെറിയൊരു അബദ്ധമൊക്കെ പറ്റുന്നുണ്ട്. ആ ഒരു കിക്ക് നേരെ കാങ്ങിനിട്ടായിരുന്നു കൊള്ളേണ്ടിയിരുന്നതെങ്കിൽ പോലും കാങ്ങ് കുറച്ചുകൂടി ദൂരത്തിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. സോ ജൂൺ നേരെ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നു. അമ്മയും കാമനും കൂടി പുതിയ വീടിന് കോൺട്രാക്ട് ഒക്കെ എഴുതുവാനായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടേക്ക് നമ്മുടെ കുട്ടികൾ എല്ലാവരും കൂടി എത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ഹീവോണും ഒരു സന്തോഷ വാർത്തയൊക്കെ ഉണ്ട്. എന്റെ വയറ്റിൽ ഗാമിന്റെ കുട്ടി ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞത് കള്ളമായിരുന്നു എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. അമ്മയും എന്താണ് സംഭവം എന്ന് അറിയാതെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമായിരുന്നു ലിയും ഞാൻ അവരുടെ ക്ലാസ് ടീച്ചറാണെന്നൊക്കെ പറഞ്ഞ് വന്ന് പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നത്. നേരത്തെ ലീ ഗാമിന്റെ ട്യൂട്ടറായിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അമ്മ അപ്പോൾ ഓർക്കുകയാണ്. നിങ്ങളെ വീണ്ടും ഗാമന്റെ ടീച്ചറൊക്കെ ആയിട്ട് കാണുവാനായിട്ട് സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ആ ഒരു സ്കൂള് ശരിയല്ല, വയലന്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഇരിക്കെ ഗാമന്റെ സേഫ്റ്റി ഒക്കെയാണ് എനിക്ക് പ്രധാനം. ഞാനും ഗാമനെ തിരിച്ചങ്ങോട്ട് അയക്കുവാനായിട്ടൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയും നിൽക്കുന്നു. അനീതിക്കെതിരായിട്ട് പോരാടി മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നല്ലേ നിങ്ങൾ എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ലീയും ഇപ്പോൾ അമ്മയുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ പണ്ട് ലീ ടീച്ചർ ഓടെ അടക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ദിവസത്തെ കുറിച്ചൊക്കെ അവരും ഓർക്കുന്നു. ടീച്ചർ സർട്ടിഫിക്കേഷൻ എക്സാമിന്റെ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. അങ്ങനെ ഇരിക്കെ ഞാൻ ശരിക്കും ടീച്ചർ ഓയിനെ പോലെ ആക്കുവാനായിട്ടായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടീച്ചറോ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്റർവ്യൂവിന് ഞാൻ കൂടുവാനായിട്ടൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളുമാർക്ക് വിഷമിച്ചൊക്കെ ഇരിക്കുന്നു. എങ്ങനെയായിരുന്നോ ടീച്ചറോ ഉണ്ടായിരുന്നത്, ആ ഒരു സ്ഥാനത്തൊക്കെ ഒരു ടീച്ചറായിട്ടൊക്കെ നിനക്കും വന്നൂടെ എന്നൊരു ചോദ്യമൊക്കെ ആയിരുന്നു അന്ന് അമ്മയും ലിയോട് ചോദിച്ചത്. ആ ഒറ്റ ചോദ്യം കൊണ്ടാണ് ലിയും ഇപ്പോൾ ടീച്ചറോയൊക്കെ പഠിപ്പിച്ച അതേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുവാനായിട്ട് എത്തിയതും. ഈ സ്കൂൾ അത്രയ്ക്ക് നല്ലതല്ല എന്ന് എനിക്കറിയാം. ഗാമിനെ നല്ലൊരു സ്കൂളിൽ അയക്കണമെന്നും എനിക്കറിയാം. പക്ഷെ കുട്ടികൾക്ക് ഗാമിനെ അത്രത്തോളം ഇഷ്ടമാണ്. അവനെ വേർപിരിയുവാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. ഗാമനും ഈ കുട്ടികളും കൂടി ചേർന്നിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്കും ഈ ഒരു സ്കൂളൊക്കെ മാറ്റുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ അമ്മയുടെ അടുത്തും ലീ വളരെ പ്രതീക്ഷയോടെ തന്നെ പറയുന്നു. ഈ ഒരു സ്കൂളിൽ ചേരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ സ്കൂളിൽ ഞാൻ പോവുകയാണെങ്കിൽ എനിക്കും കോളേജിലൊക്കെ പോകുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ ഗാമൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അമ്മ ഓർക്കുന്നു. കുട്ടിക്കാലത്ത് ഗാമൻ ഏതെങ്കിലും സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ഉണ്ടോ എന്ന് ഒരു പേരന്റ് അമ്മയോട് ചോദിച്ചതിനെ കുറിച്ചും ഈ ഒരു കുട്ടികളെ ഗാമിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുവാനായിട്ട് എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നും എല്ലാം തന്നെ ഇപ്പോൾ അമ്മയും ഓർത്തു നോക്കുകയാണ്. ലീം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ഒരു ഇൻസ്പെക്ഷനൊക്കെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ലീ പ്രിൻസിപ്പാളിനെ ഏൽപ്പിക്കുകയും ഇപ്പോൾ പ്രിൻസിപ്പാള് അത് മിൻഹ്വാനെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മിൻഹ്വാനും ഇതെല്ലാം തന്നെ ലീയുടെ പരിപാടിയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ മറ്റേ ടീച്ചറിന്റെ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പോലെ ലീയുടെ അടുത്തും ചെയ്യേണ്ടതായിട്ട് വരുമോ എന്നൊക്കെ ഹാനോളുടെ അടുത്തും ഇപ്പോൾ മിൻഹ്വാൻ ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ ലീയും അമ്മയും കുട്ടികളും എല്ലാവരും തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്ന കഫേയിലേക്കൊക്കെ മിൻഹ്വാൻ കുറേയധികം ഗുണ്ടകളൊക്കെ ആയിട്ട് വരികയാണ്. എനിക്ക് ലീയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടുണ്ടെന്നൊക്കെ മിൻഹ്വാൻ പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഒരു പേരന്റിന്റെ അടുത്ത് സംസാരിച്ചിരിക്കുകയാണ്, നീ പിന്നെ വാന്നൊക്കെ പറഞ്ഞിട്ട് മിൻഹ്വാനെ പറഞ്ഞ് അയക്കുവാനായിട്ടൊക്കെ ലീ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മിൻഹ്വാൻ പോകുവാനായിട്ട് തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഹാനോളുടെ കാര്യത്തിനാണ് ഇപ്പോൾ അവൻ വന്നിട്ടുള്ളതെന്ന കാര്യം എല്ലാം തന്നെ ലീക്കും മനസ്സിലാകുന്നു. എന്തായാലും ലീ അവന്റെ കൂടെ പോകുവാനായിട്ട് തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവിടെ എന്തൊക്കെ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ യോൻബേക്ക് ഗാങ് തീർത്തോളും. നിങ്ങൾ വന്ന പണിയൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ലീനെ ഉപദ്രവിക്കുവാനായിട്ടൊക്കെ മിൻഹ്വാൻ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ലീനെ ഒരാൾ തല്ലുവാനായിട്ടൊക്കെ വരുന്ന സമയത്ത് അയാളെ ചവിട്ടി വീഴ്ത്തിക്കായിരുന്നു ഗാമിന്റെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗാമിന്റെ അമ്മ കൊറിയൻ ടൈക്കോണ്ടോ അസോസിയേഷന്റെ ഡയറക്ടറാണ്. ലീക്ക് ഇപ്പോൾ പക്വതയൊക്കെ വന്നിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ടീച്ചറോ ഇപ്പോൾ ജീവനോടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഒരുപാട് സന്തോഷമൊക്കെ തോന്നിയേനെ എന്ന് ഗാമിന്റെ അമ്മയും പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ അടുത്ത് ഗാമിന്റെ അമ്മയും ഗാമിനും ജീവും കൂടി ഫൈറ്റ് ഒക്കെ ചെയ്യുകയാണ്.
ഈ ഒരു സമയത്ത് ഗാമനും അവന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുന്നുണ്ട്. ജീവന് ഫൈറ്റിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിലും അവൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി ഒന്നുമല്ല അതൊക്കെ ചെയ്യുന്നത്. അവൾക്കും ലീനെ പോലെ ഒരു ടീച്ചർ ആകുവാനായിട്ടാണ് ആഗ്രഹം. ഒരു ഹോബി എന്ന രീതിക്കൊക്കെ അവളും ജൂഡോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടി അവൻ അറിയിക്കുന്നു. സെഹ്യണും ഹിവോണും കൂടി ചേർന്നിട്ട് ഒരാളെ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തിയിട്ട് പോലീസിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. സെഹ്യുൻ ടോപ്പ് സ്റ്റുഡന്റ് ആണ്. മാത്രമല്ല അവൻ നല്ല ഫ്രണ്ട്ലിയുമാണ്. ഹീവോൺ പലപ്പോഴും നാണം കുണുങ്ങിയൊക്കെ നിൽക്കുമെങ്കിലും അവൾ വളരെയധികം സ്നേഹമുള്ള ഒരാളാണ്. മാത്രമല്ല അവൾ നമുക്ക് വേണ്ടി എന്തും ചെയ്യുവാനായിട്ട് പോലും തയ്യാറാകും. ചില സമയങ്ങളിൽ അവൾ അവളുടെ ക്യാരക്ടർ പോലും വിട്ടാണ് പെരുമാറാറുള്ളതെന്നും കൂടി അവൻ അറിയിക്കുന്നു. ഇതൊന്നും കൂടാതെ ഞങ്ങളുടെ കൂടെ ജൂൺ എന്നൊരു കുട്ടി കൂടിയുണ്ട്. അവനും എല്ലാ കാര്യങ്ങളും വളരെയധികം കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണെന്നും കൂടി അവനും അമ്മയ്ക്ക് പറഞ്ഞൊക്കെ കൊടുക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു മിൻഹ്വാനും കയ്യിലുണ്ടായിരുന്ന തോക്കൊക്കെ വെച്ചിട്ട് ലീക്കിട്ട് ഷൂട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ആദ്യത്തേത് മിസ്സായി പോവുകയാണ്. രണ്ടാമതായിട്ട് മിൻഹ്വാൻ ഒന്നും കൂടി ലീനെ ഉന്നം വെച്ച് ഷൂട്ട് ചെയ്യുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഗാമിന്റെ അമ്മയും ലീനെ പ്രൊട്ടക്ട് ചെയ്തൊക്കെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഗാമിനും ആ ഒരു തോക്കൊക്കെ പിടിച്ചു മാറ്റുവാനായിട്ട് നോക്കുകയാണ്. എങ്കിൽ പോലും ഒന്നും കൂടി മിനുഹാനും ഷൂട്ട് ചെയ്യുന്നു. ഈ ഒരു തവണ അവിടെ ഉണ്ടായിരുന്ന ചില്ലിനെട്ടൊക്കെ ആയിരുന്നു കൊണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ നിന്നും തടി കഷ്ണമൊക്കെ ഇളകി വന്നിട്ട് അമ്മയുടെ തലയ്ക്കൊക്കെ ആയിട്ട് കൊള്ളുന്നു. അങ്ങനെ ഗാമിന്റെ അമ്മയ്ക്ക് ബോധമൊക്കെ നഷ്ടപ്പെടുകയാണ്. ഗാമിന് വളരെയധികം ദേഷ്യത്തിലൊക്കെ ആയിരുന്നു വീട്ടിൽ നിന്നും പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവനെ പലരും വഴിയിൽ വെച്ച് വിളിക്കുന്നുണ്ടെങ്കിലും അവനും അവരെ ആരെയും തന്നെ മൈൻഡ് ഒന്നും ചെയ്യാതെ സ്കൂളിലേക്കൊക്കെ പോവുകയാണ്. അങ്ങനെ അവൻ ഏറ്റവും ഒടുവിലായിട്ട് റൂഫ് ടോപ്പിലൊക്കെ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തുന്ന അവനും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന ഹാനുളിനെ ഇടിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹാനുളിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് തിരിച്ച് ഗാമിനെയും അറ്റാക്ക് ചെയ്യുന്നു. നിന്റെ അമ്മയ്ക്ക് അപകടമൊക്കെ പറ്റിയത് കൊണ്ടാണ് നീ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ കൂടുതലായിട്ട് ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാനുൾ നിൽക്കുമ്പോഴത്തേക്കും എല്ലാവരോടും എത്രയും വേഗം ഓഡിറ്റോറിയത്തിലേക്കൊക്കെ എത്തണമെന്ന ഒരു അനൗൺസ്മെന്റ് അവരും കേൾക്കുന്നു. അവന് ഹോസ്പിറ്റലിൽ പോയി അവന്റെ അമ്മേനെയൊക്കെ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ടറിഞ്ഞു വേണം അവനിട്ട് തല്ലു കൊടുക്കുവാനെന്നൊക്കെ ഹാനുളും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ടീമിലെ മെയിൻ ആയിട്ടുള്ള ആളാണ് സൺചൂൾ. സൺചൂള് കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരോട് പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് ഇവനെ കൈകാര്യമൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗാമിൻ അവരെ മൂന്ന് പേരും ഒന്നിച്ചു തീർക്കുവാനായിട്ടൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപകടമൊക്കെ ഉണ്ടായതിനു ശേഷം ഗമനെ കാണുവാനായിട്ട് യോബ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ലീ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ലീനെ ആക്രമിക്കുവാനായിട്ട് ഹാനോൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ യോബും അവനെ അറിയിക്കുന്നു. എങ്കിൽ പോലും സ്കൂളിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ലീ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ഗാമനും ചോദിക്കുകയാണ്. എന്തായാലും ഗാമന്റെ ലക്ഷ്യം അത് ഹാനൂൾ ആണെന്നുള്ള കാര്യമെല്ലാം തന്നെ യോബിനും മനസ്സിലാക്കുന്നു. പക്ഷെ ഹാനൂളിനെ നേരിടുക എന്നത് അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒന്നും തന്നെയല്ല. ഹാനൂളിന്റെ കൂടെ 3 സെക്യൂരിറ്റി ഗാർഡ്സ് എപ്പോഴും തന്നെ ഉണ്ടായിരിക്കും. അവരെ 3 പേരെയും തോൽപ്പിച്ചിട്ട് നിനക്ക് ഒരിക്കലും ഹാനോളുടെ അടുത്ത് എത്തുവാനായിട്ട് പോലും സാധിക്കുകയില്ല. പ്രത്യേകിച്ച് സുൺചോളിന്റെ കാര്യത്തില് സുൺചോളാണ് ഏറ്റവും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുവാനായിട്ട് അറിയാവുന്ന ആള്. അതുകൊണ്ട് തന്നെയാണ് ഹാരോൾ അവനെ കൂടെയൊക്കെ ചേർത്തിട്ടുള്ളതെന്നൊക്കെ യോബ് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഗാമനും ഓർക്കുന്നു. അവര് ഗാമനെ ഇടിച്ചിടുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഗാമൻ പിന്നീട് വീണ്ടും വന്നിട്ട് അങ്കിളിന്റെ മറ്റൊരു ടെക്നിക്കായിട്ടുള്ള കള്ളക്കളി എന്ന ടെക്നിക്കൊക്കെ പുറത്തെടുത്തിട്ട് സുൺചോളിനെ കണ്ണിൽ കുത്തിയൊക്കെ വീഴ്ത്തുന്നു. പിന്നീട് ബാക്കിയുള്ള രണ്ടുപേരെയും ഇടിച്ചൊക്കെ വീഴ്ത്തിയതിനു ശേഷം സുൺചോൾ വീണ്ടും വരുന്ന സമയത്ത് സുൺചോളിന്റെ അടുത്ത് നേരത്തെ ജൂൺ പ്രയോഗിച്ചിട്ട് തോറ്റുപോയിട്ടുണ്ടായിരുന്ന ആ ഒരു ടെക്നിക്കൊക്കെ അവനും പുറത്തിറക്കുന്നു. ബിഗ് ബോസ് ഡ്രാഗൺ കിക്ക്. അതിൽ എന്തായാലും സുൺചോളും വീണു പോകുന്നു. അങ്ങനെ അവരെ 3 പേരെയും വീഴ്ത്തിയതിനു ശേഷം തിരിച്ച് അവൻ പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവൻ ഈ സ്കൂളിലൊന്നും പഠിക്കുവാനായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇതുവരെ നടന്ന ഒരു സംഭവങ്ങളും നടക്കുകയില്ലായിരുന്നു എന്നൊക്കെ ഓർത്തു പോവുകയാണ്. എങ്കിൽ പോലും അവൻ നേരെ ഓഡിറ്റോറിയത്തിലേക്കൊക്കെ കയറി ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ചിട്ട് ഹാനോളിട്ട് ഒരടിയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.